ഞാനിന്നിങ്ങനെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസായ സ്ക്വിഡ് ഗെയിം കാണുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ വീഡിയോ പ്രതീക്ഷിച്ച പോലെ ലെങ്ത്തിൽ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയത്. 7 എപ്പിസോഡ് എന്തോ ഉണ്ട്. രാവിലെ പെട്ടെന്ന് ജോലിയെല്ലാം റെഡിയാക്കിയ ശേഷം അതിൻ്റെ പുറകെ ഇരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. എങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു 15 മിനിറ്റോളം വീഡിയോ ഉണ്ട് കേട്ടോ. സന്തോഷം തോന്നി. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എടുത്തിട്ട അരി ഉഴുന്നുമാണ് അരയ്ക്കാനായിട്ട് വെള്ളത്തിലിട്ടിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഭയങ്കര ജോലിയാണ്. ഞാൻ പറഞ്ഞില്ല 2 മണി കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതുകൊണ്ട് പിന്നെ അരയ്ക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി ഉഴുന്നും എടുത്ത് ഫ്രിഡ്ജിൽ അതേപോലെ വെച്ചിരുന്നു. രാവിലെ എണീറ്റ് വേറെ സ്കൂളിൽ വിട്ട ശേഷം പതിയെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് കുറച്ച് കൂടുതലായതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിലിട്ടാൽ അരയത്തില്ല. അതുകൊണ്ട് 2 സ്റ്റെപ്പിലായിട്ട് ഉഴുന്നിടണം, അരി ഇടണം. കുറേ അരയുമ്പോൾ ഗ്രൈൻഡർ ചൂടാവും കേട്ടോ. പിന്നെ അതിനെ ഓഫ് ചെയ്തിടണം. അങ്ങനെ ഒരു 3-4 മണിക്കൂർ നമുക്ക് പോയി കിട്ടും. ഇന്ന് നന്നായിട്ട് അരങ്ങി വരണമെങ്കിൽ 1 മണിക്കൂർ നേരമെങ്കിലും അരയാനായിട്ട് ഇടണം. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ഇടുമ്പോൾ 2 മണിക്കൂർ നേരം പോയില്ലേ. പിന്നെ ഒരു അരമണിക്കൂർ നേരം അത് ഓഫ് ചെയ്തിടണം. പിന്നെ വീണ്ടും അരി ഇടണം. അങ്ങനെ ഒരു 3-4 മണിക്കൂർ പോക്കാണ്. പണ്ട് ഞാൻ അരി ഉഴുന്നൊക്കെ ഇടുമ്പോഴേ വെറും മോശം ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടാറില്ലായിരുന്നു. പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങും. ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങുന്ന ഇഡ്ഡലിയൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. ഇഡ്ഡലിയല്ല ഇഡ്ഡലി മാവ് വാങ്ങി അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ ദോശ ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ കള്ളിക്കാട് അമ്മയും ദീപ ചേച്ചി ഉണ്ടാക്കുമ്പോഴത്തെ ഇഡ്ഡലി വേറെ ആരും ഉണ്ടാക്കത്തില്ല. ഞാൻ കഴിച്ചിട്ടുമില്ല. അങ്ങനെ അമ്മയോട് ചോദിച്ച് എൻ്റെ ട്രിക്കെല്ലാം പഠിച്ചു. അപ്പോൾ ഒരു 4 ഗ്ലാസ് അരി, 2 ഗ്ലാസ് പച്ചരി ഇടും, 2 ഗ്ലാസ് ചാക്കരി ഇടും. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 ഗ്ലാസ് ഉഴുന്നൂടുക. 1/4 ഗ്ലാസ്, 1/4 നിറച്ചിടില്ല, 1/2 കുറച്ച് കൂടുതൽ ഇടുമ്പോൾ ഇട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കും. നമുക്ക് നല്ല കിടിലം ഇഡ്ഡലിയും കിട്ടും, കിടിലം ദോശയും കിട്ടും കേട്ടോ. സത്യമായിട്ടാണ്. ഈ ഒരു അളവിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 2 ഗ്ലാസ് പച്ചരി, 2 ഗ്ലാസ് ചാക്കരി, 1/4 ഗ്ലാസ് ഉഴുന്ന്. 1/4 നിറച്ചിടണ്ട, 1/2 കുറച്ചുകൂടി ഇട്ടാൽ മതി ഉഴുന്ന്. ഇത് ഇത്രയും വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത ശേഷം ഇതുപോലെ ഗ്രൈൻഡറിൽ ഓരോ മണിക്കൂറിട്ട് അരച്ച് നോക്കിയേ. സൂപ്പറായിട്ടുള്ള കിട്ടും കേട്ടോ. ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. അതുപോലെ എന്തായാലും എൻ്റെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കള്ളിക്കാട് അമ്മേന്തി പക്ഷേ അവരുണ്ടാക്കുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല. ഞാൻ പണ്ട് ഉണ്ടാക്കുന്നതിൽ അപേക്ഷിച്ച് നല്ല ഇഡ്ഡലി തന്നെ കിട്ടും. അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. അവരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇഡ്ഡലിയാണ് അമ്മയും മോളും ഉണ്ടാക്കുന്നത്. അതെന്ത് ട്രിക്കാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അരയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലും അതിനൊക്കെ ഒരു പാകം ഉണ്ടല്ലോ. ഞാനത് നന്നായിട്ട് അരച്ചെടുക്കും. അരിയും ഉഴുന്നും കറക്റ്റ് 1 മണിക്കൂർ ഇടുമ്പോൾ എൻ്റെ ഗ്രൈൻഡറിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. 1 മണിക്കൂർ ഇടുമ്പോൾ കറക്റ്റ് നന്നായിട്ട് അരങ്ങി കിട്ടും. ചിലപ്പോഴൊക്കെ പെട്ടെന്ന് അരങ്ങി കിട്ടാൻ വേണ്ടി കള്ളിക്കാടമ്മ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച ശേഷം വീണ്ടും ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അരങ്ങി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അരങ്ങി കിട്ടും. പിന്നെ മിക്സിയുടെ ജാറ് കഴുകണം, ഈ ഗ്രൈൻഡർ ഫുള്ള് കഴുകണം. അതുകൊണ്ട് ആ പാടിന് മെനക്കെട്ട പരിപാടിക്കൊന്നും ഞാൻ പോകത്തില്ല. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, ഓരോ മണിക്കൂർ നിന്ന് എടുത്താലും കുഴപ്പമില്ല. ഗ്രൈൻഡറിലിട്ട് തന്നെ അരയ്ക്കാമെന്ന് കരുതും. അത് ചൂടാവും. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അരി ഉഴുന്ന് അരയ്ക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് തലവേദന വരുന്നത്. ഇപ്പോൾ ഗ്രൈൻഡർ നമ്മൾ നിന്നരയ്ക്കൊന്നും വേണ്ടല്ലോ, അത് തനിയെ ഇറങ്ങുള്ളൂല്ലോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൻ്റെ പാത്രവും കല്ലും അതൊക്കെ എടുത്തിട്ട് കഴുകാനാണ് എൻ്റെ മക്കളെ പണി പാടുന്നത്. ആ സമയമാകുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും. അതേ ഉള്ളൂ അരി ഉഴുന്നും അരയ്ക്കുന്നതിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. സത്യമായിട്ട് ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ടാണ് ഞാൻ വീട്ടിൽ അരി ഉഴുന്നും അരച്ചിട്ട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞാൻ അരയ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇഡ്ഡലിയൊക്കെ വെച്ചാൽ ഭയങ്കര മോശം, കല്ല് കണക്കിരിക്കും, അല്ലെങ്കിൽ കുഴന്നിരിക്കും. ഒരു ടേസ്റ്റ് ഉണ്ടാവാത്ത സാധനമായിരിക്കും ഇഡ്ഡലി എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. ദോശ പിന്നെ എങ്ങനെയും കഴിക്കാം, ഇഡ്ഡലി ഒട്ടും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് ഞാൻ അരച്ചെടുക്കുന്ന അരി ഉഴുന്നിനും ഉണ്ടാക്കുന്ന ഇഡ്ഡലി നല്ല ഇഡ്ഡലിയാണ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്. കണക്കെല്ലാം മനസ്സിലാക്കി തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു സ്റ്റെപ്പ് അരി ഉഴുന്നിട്ട് ആ ഉഴുന്നിനെ അരച്ചെടുത്തു. വീണ്ടും അടുത്ത സ്റ്റെപ്പ് കൂടെ ഇട്ട ശേഷം ഞാൻ കുറച്ച് കപ്പലണ്ടി ഷേക്ക് അടിക്കാനായിട്ട് വാങ്ങി കേട്ടോ. അതിനെ തോട് പൊളിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുത്തുകൊണ്ട് വന്നു. ഷേക്ക് അടിക്കുന്നത് പാലും കപ്പലണ്ടിയും പഴവും എല്ലാം കൂടി ഇട്ടിട്ട് ഷേക്ക് അടിച്ച് കുടിക്കും. മധുരത്തിന് പകരം ഡേറ്റ്സ് ഇടും. ഇത്ര തന്നെ, വേറെ കൂടുതലൊന്നും ഇട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അല്ലെങ്കിൽ വെറുതെ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് പഴവും അരിഞ്ഞിട്ട് കപ്പലിനെ അരിഞ്ഞിട്ട് കഴിക്കും കേട്ടോ. അതും ഭയങ്കര ടേസ്റ്റാണ്, ഇഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി വേദ രാവിലെ സ്കൂളിൽ ചോറൊക്കെ കൊടുത്തുവിട്ടു. ചോറ്, ചീര തോരൻ, രസം, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം രാവിലെ തന്നെ വേദയ്ക്ക് സ്കൂളിൽ പോകുന്നതായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരി ഉഴുന്ന് അരയ്ക്കുന്ന പാടേ ഉള്ളൂ. ഇതൂടെ കഴിഞ്ഞാൽ എനിക്ക് പോയി കുളിച്ചിട്ട് വന്ന സ്ക്വിഡ് ഗെയിം കാണണം. സ്ക്വിഡ് ഗെയിം ഡിസംബറിൽ എന്തുകൊണ്ട് റിലീസായത്, നമ്മൾ ട്രിപ്പ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇന്നലെ എന്തായാലും കാണണമെന്ന് പറഞ്ഞു. ഒരു സീരീസ് കണ്ടാൽ എനിക്കത് ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടാൽ നല്ലതാണെങ്കിൽ ഒരെണ്ണം കണ്ടാൽ അത് കംപ്ലീറ്റ് തീരുന്നവരിരുന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ജോലിയെല്ലാം മാറ്റി കുളിച്ച് റെഡിയായി ഞാൻ വന്ന് നെറ്റ്ഫ്ലിക്സ് സീരീസും കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ പാത്രങ്ങളെല്ലാം അരി ഉഴുന്നും അരച്ച് കഴിഞ്ഞു. അവൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ എടുത്തേക്കാന്നങ്ങ് കരുതി കഴുകി മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളമെല്ലാം മാറി കിട്ടും. അപ്പോൾ ഇരുന്ന് ഉണങ്ങാണ്ട് എടുത്ത് വെച്ചാൽ നമ്മൾ വീണ്ടും ഒക്കെ അടച്ചു വയ്ക്കുമ്പോൾ പിന്നെ അത് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ബാഡ്
ബാഡ് സ്മെല്ലും ഒരു വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് ഉണക്കി വെക്കാൻ നേരം ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടി സർവീസിന് ട്രിപ്പിന് പോയിട്ട് വന്ന് ഇന്നാട്ടോ കാറ് സർവീസിന് കൊടുക്കുന്നത് അവരെ വിളിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് പറയും. അതിനിടയ്ക്ക് 2 ദിവസം വിളിച്ചപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, നെട്ടയത്തോ കളിക്കാടോ എന്തോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ അവർക്ക് സൗകര്യമൊക്കത്തില്ല. അങ്ങനെ വിളിച്ച് ഇന്നാണ് വന്നത്. ഒരു 2 മണി സമയമാവും കേട്ടോ എടുക്കാനായിട്ട് വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഇന്ന് സർവീസ് ചെയ്ത് കിട്ടത്തില്ല, ഇനി നാളെ കിട്ടത്തുള്ളൂ. അങ്ങനെ സർവീസിന് വണ്ടി കൊണ്ടുപോവാണ്. ധൃതിയിലിരുന്ന് സ്ക്വിഡ് ഗെയിം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്കാണ് കാർഡൊക്കെ വന്നപ്പോൾ പിന്നെ ഇതങ്ങ് എടുത്ത് വെച്ചേക്കാമെന്ന് കരുതി. സ്ക്വിഡ് ഗെയിം ആദ്യത്തെ സീരീസിൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സെയിം സംഭവം തന്നെയാണ്, കുറേ ഗെയിമും കാര്യങ്ങളും ഒക്കെ. അതിൽ നമ്മൾ ആകാംക്ഷയുടെ അടുത്ത ഗെയിം എന്താ, ഇതിൽ പുതിയ ഗെയിമെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് സീരീസിൻ്റെ അത്രയും ഒരു ഇതില്ല. കാരണം നമ്മൾ ഫസ്റ്റ് സീരീസ് അങ്ങനെ ആകുമ്പോൾ അടുത്ത സീരീസ് കുറച്ചുകൂടെ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനിൽ കാണുമ്പോൾ അതിന് വേണ്ടിയിട്ടില്ല, അതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം. അതാണ് എല്ലാ സിനിമകളിലും. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഭയങ്കര പുഷ്പയൊക്കെ ആണെങ്കിൽ ഭയങ്കര നമ്മൾ സംഭവത്തോടെ കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻസ് കൊടുത്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൽ വലിയ സംഭവമായിട്ട് തോന്നിക്കാത്തത്. അതുപോലെ തന്നെയാണ് സ്ക്വിഡ് ഗെയിമും. കൊള്ളാം, നല്ല സീരീസാണ്. പക്ഷേ ഫസ്റ്റ് സീരീസിൻ്റെ അത്രയും എനിക്കൊരു ഘൂമ് തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സീരീസ് എല്ലാം കണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. കുറച്ച് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് ചായ ഇട്ടു, അവൽ നനച്ചു, അവലും ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ സീരീസ് ഒരു സൈഡിൽ സീരീസ് കാണുന്നുണ്ട്, ഒരു സൈഡിൽ ജോലികളെല്ലാം തീർക്കുന്നുണ്ട്. ആ സമയം ഞാൻ സീരീസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും വേദയുടെ ഫ്രണ്ട്സും കൂടെ വന്നിട്ട് ഇവിടെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസ്. ഏപ്രിലിൽ ഇവിടെ റെസിഡൻസിൽ അവർക്ക് ആനുവൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുന്നേ അവർ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തേന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മും ദിയൊക്കെ വരും. അമ്മും ദിയെന്ന് എത്തിയിട്ടില്ല. അവരെത്തിയ ഉടനെ അവരുമായിട്ടൊക്കെ വീണ്ടും കളി തുടങ്ങും. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴേക്കും അടുത്ത് ഡിന്നറിനുള്ള ടൈമായി. ഞാൻ നെറ്റ്ഫ്ലിക്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു, സ്ക്വിഡ് ഗെയിം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച ശേഷം വീണ്ടും കിച്ചണിലേക്ക് കയറി. ഉച്ചത്തെ രസം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, മീൻ വറുത്തത് ഒന്നുകൂടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, തോരനും അവനിൽ വെച്ച് ചൂടാക്കി കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് അരച്ച് വെച്ചിരുന്ന മാവ് 3 ഇതുപോലത്തെ ടിന്നിലാക്കിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 2 ടിന്ന് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ടിന്ന് ഇങ്ങനെ പുളിപ്പിക്കാനായിട്ട് പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അരച്ചുടനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അരച്ച് കഴിഞ്ഞു. അതിനെടുത്ത് അതുപോലെ ഞാനിങ്ങനെ വെച്ചു. ഇപ്പോൾ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല, അപ്പോഴേക്കും മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇഡ്ഡലിയുടെ ഒരു ബാറ്റർ പരുവമാണ്. അപ്പോൾ ദോശയ്ക്ക് കുറച്ചുകൂടെ ലൂസാക്കണം. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിൽ വെള്ളം ഒഴിച്ചാൽ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് മാവ് വേറൊരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേദയ്ക്ക് ദോശ വേണ്ടാന്ന് പറഞ്ഞു. പഴം ഇരിപ്പുണ്ടായിരുന്നു, പഴം റോസ്റ്റ് ചെയ്ത് അവൾ കഴിച്ചോളാം. അമ്മ ഞാൻ റോസ്റ്റ് ചെയ്തോളാം, അമ്മ ചെയ്ത് തരണ്ടെന്നൊക്കെ പറഞ്ഞ് തനിയെ പഴമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ റോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ദോശക്കല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രസം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രസത്തിൻ്റെ പാത്രം ഒന്നും കണ്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. അതിങ്ങനെ ചൂടായി വരുമ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ആവുന്നതാണേ. ദോശമാവിൽ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നമ്മുടെ ദോശ ചുടുകയാണ്. നല്ല ദോശ കേട്ടോ, നല്ല ദോശയും നല്ല ഇഡ്ഡലിയാണ്. ഈ ഒരു കണക്കിന് നിങ്ങളൊന്ന് അരച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. മീൻസ് ഈ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയാൽ പണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായിക്കൊണ്ടിരുന്നത് പോലത്തെ ഉള്ളവരെന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകും. ഇഡ്ഡലി ദോശ മാവ് കരയ്ക്കാൻ കുറേ നടന്ന എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വേദ തനിയെ നൈഫും പഴമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. അവൾ പഴം കട്ട് ചെയ്ത് വറുക്കാനായിട്ട്. മീൻ എപ്പോഴും ആയിരുന്നു ഫ്രഷായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സീരീസ് കാണുന്ന തിരക്കിൽ രാവിലെ തന്നെ എല്ലാ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടോടെ അല്ലാതെ ഒരു കറികളും കഴിക്കത്തില്ല. ഈ ചൂടോടെ കൊണ്ടുവച്ചാൽ അത് തണുത്തിട്ടല്ലേ വയറ്റിനകത്തേക്ക് പോകുന്നത്, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചൂടോടെ വേണം. തോരൻ ഞാൻ വേറൊരു ബോളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് പിന്നെ അവനിൽ വെച്ച് ചൂടാക്കി. അങ്ങനെ ഇതെന്നല്ല നമ്മുടെ കിടിലം ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. വേദയാണ് ക്യാമറാമാൻ. എന്ത് രസമായിട്ട് വേദ വീഡിയോ എടുക്കുന്നു എന്ന് നോക്കിയാൽ. ഞാൻ വഴക്ക് പറഞ്ഞു, നീ എന്തൊക്കെ കാണിക്കണം, വല്ലതും കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോൾ എല്ലാ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവൻ വെറുതെ കൊച്ചിനെ വഴക്ക് പറഞ്ഞു. ദോശ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചുട്ടെടുക്കാറ്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് ഒരുമാതിരി ഉണങ്ങിയതുപോലെ ആയിപ്പോവും. നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ കൂടെ നിൽക്കണം കേട്ടോ. കൂടെ നിന്ന് മറിച്ചിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കിടിലം ദോശ കിട്ടും. മീൻ വറുത്തതെല്ലാം പ്ലേറ്റിലേക്ക് ആക്കുകയാണ്. 3 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഏട്ടൻ്റെ പ്ലേറ്റിൽ വെച്ചു. ഏട്ടൻ കഴിക്കത്തില്ല കേട്ടോ, 2 പീസ് കൂടുതൽ ഏട്ടൻ കഴിക്കത്തില്ല. എങ്കിലും ഞാൻ കരുതി ഇരിക്കട്ടെ, ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീൻ എല്ലാം വെച്ചു. അപ്പോഴേക്കും ദോശ ഒരു സൈഡായി, അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവൾ എന്തിനോട് ഇത്രയും വലിയ സംഭവമായിട്ട് അവൾ ദോശ ചുടുന്നതൊക്കെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇന്നിപ്പോൾ വേറെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ദോശ ചുടുന്നത് ഇട്ട് കാണിക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ അറിവ് പറഞ്ഞിരുന്നില്ല, ഇഡ്ഡലി ദോശ മാവ് അരയ്ക്കുന്ന കണക്കല്ല, ചുമ്മാ കേട്ടോ. അത് അറിഞ്ഞൂടാത്തവരുണ്ടാവാം. സത്യമായിട്ട് ഞാൻ എത്രയോ ഇപ്പോഴാണ് ഒരു 6 മാസം കൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ദോശ മാവ് എങ്ങനെയാണ് അരയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കിയെടുത്തത്. ട്രിക്കല്ല, ഒരു കണക്ക് മനസ്സിലാക്കിയെടുത്തത്. കറക്റ്റ് കണക്കിന് നമ്മൾ എടുത്തില്ല എങ്കിൽ നമുക്ക് നല്ലത് കിട്ടത്തില്ല.
അപ്പോൾ അതൊക്കെ കൊണ്ടൊന്ന് പറഞ്ഞതാണ്, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ. അപ്പോൾ ആ മാവിൽ നമ്മൾ പൊങ്ങി വന്നത്, ആ മാവ് പൊങ്ങി വന്നതും ആ മാവിൽ ദോശ ചുടുന്നൊക്കെ കാണിക്കണ്ടേ, എന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടിയെന്ന് നോക്കിയേ. ഇത് ഞാൻ ഏട്ടനെ എടുത്തുകൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും വേദ നമ്മുടെ പഴം റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നു. വേദ കുറേ സമയമായിട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെയിറ്റ്, ഞാൻ ഈ ദോശ ചുട്ട് കഴിഞ്ഞ ശേഷം നിനക്ക് വീഡിയോ എടുക്കാം, നമുക്ക് വീഡിയോ എടുക്കാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടന് ഫസ്റ്റ് ഒരു ദോശ ചുട്ടു കൊടുത്തു. ഏട്ടന് ഒരു 3 ദോശ ഞാൻ ചുട്ടു കൊടുത്തായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേദയുടെ പിറകെ പോവുകയാണ്. ആദ്യം ഒരു ദോശ ചുടുന്നത് വീഡിയോ എല്ലാം എടുത്ത ശേഷം വേദയോട് പറഞ്ഞു, ഇനി നീ കട്ട് ചെയ്തു, ഇനി നിൻ്റെ വീഡിയോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദ പഴം എല്ലാം റൗണ്ടിന് കട്ട് ചെയ്യാണ്. പഴം റോസ്റ്റ് ചെയ്യാനും ആരെയും പഠിപ്പിക്കണ്ടല്ലോ, എങ്കിലും എൻ്റെ കൊച്ചു ചെയ്യുന്ന കാര്യം ഞാനിങ്ങനെ ചുമ്മാ നിങ്ങളോട് പറയുകയാണ്. ചിലപ്പോൾ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ കുഞ്ഞു മക്കളുണ്ട്, ആ കുഞ്ഞു മക്കൾക്ക് ചെയ്യണമെന്ന് തോന്നിയാലോ. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിയ ചെരുപ്പാട്ടോ. ഞാൻ വേദ വീടിനകത്ത് ചെരുപ്പിടത്തേ ഇല്ല, ഞാൻ എപ്പോഴും ചെരുപ്പിട്ട് നടക്കും. അപ്പോൾ ഇത് വാങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, ഈ സാധനം നീ ഇട്ടില്ലെങ്കിൽ ഇത് ഞാൻ എടുത്ത് കത്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് വേദ, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടാവാം ചെരുപ്പ് പോരാതെ കാലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ഫൈനൽ പീസ് വന്നപ്പോൾ വേദയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് എന്നോട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയൊക്കെ കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മളൊന്നും ഒരു ദിവസം വയ്യാതായാലും നമുക്ക് നീ ഇപ്പോൾ പഴം റോസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നൊക്കെ വേണം, എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ വേദ ചെയ്യുന്നത്. എന്നോടായിട്ട് ദോശ ചുടട്ടെ എന്ന് ചോദിച്ചു. ദോശയൊക്കെ അത്യാവശ്യമുള്ള ചൂടും, ഇങ്ങനെ പരന്ന് വരത്തില്ല. ഏട്ടനാണെങ്കിൽ നല്ല പരന്നിരിക്കണം, അതുകൊണ്ട് വേദയോട് ഞാൻ ചുടണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ദോശ ചുടണമെന്ന് തോന്നുമ്പോൾ അവൾ ചുട്ട് കഴിക്കട്ടെ അല്ലേ. അങ്ങനെ പാത്രമെല്ലാം അടുപ്പത്ത് വെച്ചു. ഗ്യാസ് സ്റ്റവൊക്കെ ഭയങ്കര സാഹസികമായിട്ട് അവൾ കത്തിക്കുകയാണ്. എന്നിട്ട് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് പാനിലിടുകയാണ്. നെയ്യ് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് മാറ്, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അതിങ്ങനെ എന്തോ തോന്നിയിട്ട് തന്നു കേട്ടോ. അവൾ ചെയ്യാൻ കയറുമ്പോൾ ആരും സഹായിക്കാൻ ചെല്ലുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അവൾ ജോലിക്ക് കയറുമ്പോൾ എനിക്കിങ്ങനെ തലപ്രാന്തെടുക്കും കേട്ടോ. എന്തെങ്കിലും പണി ഒപ്പിക്കും. പണിയല്ല, അവൾ ചെയ്യുമ്പോൾ ഓക്കെ അല്ലാതെ വരും, പിന്നെ നമ്മൾ തന്നെ അതിൽ ചെന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ നെയ്യെല്ലാം ഇളക്കി ഞാൻ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് അത് എടുത്തിട്ട് വരുന്നില്ല, അപ്പോൾ പിന്നെ വേദ എടുത്തിട്ട് വരുമോ. അപ്പോൾ എന്നിട്ട് നെയ്യ് എടുത്ത ശേഷം വേദ എന്നോട് പറഞ്ഞു, ഇനി അമ്മമാരെ ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നെയ്യെല്ലാം പാനിലിട്ടിട്ട് പഴം ഓരോന്നായിട്ട് നുള്ളിപ്പറക്കേക്ക് ഇടുകയാണ്. ഞാൻ പറഞ്ഞു, നീ സ്പൂൺ കൊണ്ട് അതിനെ നീക്കി ഇടുമെന്ന് പറഞ്ഞ് സ്പൂൺ കൊണ്ട് നീക്കിയിട്ടപ്പോഴേക്കും അവളുടെ കയ്യിലെല്ലാം എണ്ണ നല്ല ചൂടായി കിടപ്പുണ്ട് കേട്ടോ. കയ്യിലെല്ലാം തെറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, എല്ലാം കൂടി നീ ഒരുമിച്ചിട്, എന്നിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്തിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം അതല്ല, ഓരോന്നായിട്ട് അവൾ സ്ലോ മോഷനിൽ നിന്ന് ചെയ്യണുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാനായിട്ടായിരുന്നു ഇതെല്ലാം കൂടെ തട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടാണ്. സ്പൂൺ വെച്ചിട്ടപ്പോൾ എണ്ണ തെറിക്കുന്നതായിട്ട് കൈ കൊണ്ട് പറക്കിയിട്ടു. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്ന് പറഞ്ഞു. എനിക്ക് വേദ വീഡിയോ എടുത്ത് തരണം, പക്ഷേ വേദയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ഇത് വേദയ്ക്ക് വേണ്ടി എടുത്തല്ല, നമ്മുടെ ഇതിലിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തത്. എടുക്കുമ്പോൾ പെട്ടെന്നെല്ലാം ചെയ്യണം. എനിക്കൊരു സാവകാശം ആർക്കും കൊടുക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് പക്ഷേ നിറയെ സാവകാശം തന്ന് പതിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പഴമെല്ലാം ഇതിലേക്ക് പാനിലേക്ക് തട്ടിയ ശേഷം അവൾ ഓരോന്നായിട്ട് ഇങ്ങനെ നീക്കി ഇടുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീ മാറി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്ത് കൊടുത്ത ശേഷം വേദ അതിലേക്ക് കുറച്ച് ഷുഗർ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനൊന്നുകൂടെ തിരിച്ചിടും കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആവും. കുറച്ച് ഷുഗർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഈ പഴത്തിന് ഒരു മധുരവും ഇല്ല കേട്ടോ. അത് പഴമാണെന്ന് പറയത്തില്ല, പുളിയുള്ളൊരു മധുരവും ഇല്ല, പുളിയുള്ളൊരു പഴം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര അവൾ ഇടുകയാണ്. എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുത്തു. ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരുപാട് ഫ്രൈ വേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ അതിനുണ്ടാക്കി കഴിക്കുകയാണ്. വേദയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ ഇന്നെന്തോ ഭയങ്കര ഇതായിട്ട് പഴമൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. കഴിക്കുമെന്നല്ലാതെ അത്ര താല്പര്യമുള്ള സംഭവമല്ല. എനിക്ക് തോന്നുന്നു വീഡിയോ ഒക്കെ എടുക്കാം, സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള, വീഡിയോ എടുക്കുന്നതിലുപരി സ്വന്തമായിട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. എന്നിട്ട് പഴം മറിച്ചിടാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഇതിൽ മറിച്ചിട്ടപ്പോഴേക്കും ഒരു പഴം താഴ്ത്തിപ്പോയി. അങ്ങനെ വേദ പറഞ്ഞു, ഭയങ്കര റോക്ക് സ്റ്റാർ ആവക്കുമല്ലേ, ഇപ്പം എന്തോന്നായിപ്പോയി, ആര് ചെയ്താലും അബദ്ധം പറ്റുമെന്നൊക്കെ പറഞ്ഞു വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ തിരിച്ചിട്ടപ്പോൾ ആവേശം കൂടി വേദ പറഞ്ഞിട്ട് വലിയ റോക്ക് സ്റ്റാറായിട്ട് ചെയ്തതാണ്. അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി കേട്ടോ. അങ്ങനെ ഞാൻ മറിച്ചിട്ട് എടുത്തപ്പോഴേക്കും ഹൈ ഫ്ലെയിമിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഴം ആയിട്ടുണ്ട്. പണ്ടൊക്കെ വേദയുടെ പറയല്ലോ, കുറച്ചുകൂടെ ഒക്കെ ആയ ശേഷം ഇത് തന്നെയായിരുന്നു ഒരു കാലത്തിൻ്റെ ഫുഡെന്ന് പറയുന്നത്. എൻ്റെ ചീമയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പഴം റോസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. പിന്നെ കഴിച്ച് അതിനോട് വെറുപ്പായിപ്പോയി. എപ്പോഴും വീട്ടിൽ പഴം സ്റ്റോക്ക് ഉണ്ടാവും. കുറച്ച് നെയ്യ് ഇങ്ങോട്ട് ഒഴിക്കും, അത് ചിലപ്പോൾ ബട്ടർ ഒഴിക്കും. ബട്ടർ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. നെയ്യോ ബട്ടറോ ഒക്കെ ഒഴിക്കും. കുറച്ച് പഴം ഇങ്ങനെ അരിഞ്ഞിടും, അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇടും. അങ്ങനെ മാത്രം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു, എങ്കിലും കഴിക്കും. നെയ്യുടെയും പഞ്ചസാരയും പഴം വറുത്തതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ്. പിന്നെ അറിഞ്ഞൂടാത്തവർ ആരെങ്കിലുമൊക്കെ കാണത്തില്ലേ, അതുകൊണ്ടാണ് ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിലോ
അവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആക്കണം. കുഞ്ഞുമക്കൾക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. വേദയുടെ ഒക്കെ പ്രായമുള്ള കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ വേദയുടെ പ്രായമുള്ള എല്ലാ കുട്ടികളും, ഒരുവിധമുള്ള എല്ലാ കുട്ടികളും അത്യാവശ്യം അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്യാറുണ്ട്. വേദയ്ക്കാണ് ഒന്നും അറിഞ്ഞൂടാത്തത്, ഞാൻ ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ്. പഴം ചൂടാണ്, എടുത്ത് വായിൽ വയ്ക്കില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഷോ കാണിച്ചെടുത്ത് വായിക്കാത്ത വെച്ച് നാക്ക് പൊള്ളി കേട്ടോ. ഞാൻ പറഞ്ഞു, നീ അതിന് നേരത്തെ പഴം റൗണ്ട് ചെയ്ത് സർക്കിൾ ചെയ്ത് ഡിസൈൻ ചെയ്തില്ലേ, അതുപോലെ ഡിസൈൻ ചെയ്ത് വയ്ക്കുക, അപ്പോഴേക്കും പഴം തണുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ ആ പഴമെല്ലാം സർക്കിൾ ചെയ്ത് ഡിസൈൻ ചെയ്തപ്പോഴേക്കും പഴം തണുത്തു. ഞാൻ പറഞ്ഞു, ചൂടുണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്ത് വായിക്കാത്ത വയ്ക്കണില്ലെങ്കിൽ വാ പൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ ചൂടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ചൂടില്ല. അങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. സംഭവം കൊള്ളാം, അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. കൊള്ളാം. അങ്ങനെ വേദ അതും കൊണ്ട് പോയി. ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വന്നപ്പോൾ ഏട്ടൻ കഴിച്ചെണീറ്റു. ഏട്ടൻ 2 മീൻ ബാക്കി വെച്ചു കേട്ടോ. ഒരു മീൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ വേറെ ദോശയൊന്നും ചുട്ടില്ല, എനിക്കൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല. മീൻ വറുത്തത് മാത്രം കഴിച്ചിട്ട് സ്ക്വിഡ് ഗെയിം ഇനിയും കാണാനുണ്ട്. കണ്ട് രാത്രി ഉറങ്ങാനുള്ള സമയമായി. സമയപ്പോഴേക്കും വേദ ഭയങ്കരമായിട്ട് ബെഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അമ്മ ഒരു വീഡിയോ ഇടമ്മ, ഞാൻ ബെഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്രിയേറ്റിവിറ്റി അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ട്രിപ്പിന് പോയപ്പോൾ എല്ലാ ഹോട്ടലുകളിലും അവരിങ്ങനെയൊക്കെ പല രീതികളിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കും. അതിനുശേഷം ഇപ്പോൾ വേദ ബെഡൊക്കെ ഭയങ്കര അറേഞ്ച്മെൻ്റ് ആട്ടോ. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. വേദ എന്തായാലും രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ചിട്ട് താഴേക്ക് വരുള്ളൂ. അങ്ങനെയുള്ള കുറേ ശീലങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.